KPCCയുടെ ലീഡർഷിപ്പ് സബ്മിറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ചാണ്ടിയൂപ്പനാണ്. ഇത്തവണ വലിയൊരു വിജയം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതീക്ഷയിലാണ് വീണ്ടും ഒരു സപ്തകൂട നടത്തുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും 10 വർഷത്തെ ഭരണം, ആ ഭരണത്തിൽ ഇടതുപക്ഷത്തിന് പോലും വിശ്വാസമില്ല. കാരണം ഇടതുപക്ഷത്തെ പലരും ഇന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് റിസൾട്ട് കാണിക്കുന്നത്. കാരണം ശബരിമല നടന്ന കാര്യങ്ങൾ, അതിനു മുമ്പാണ് ഉമ്മൻചാണ്ടി സർക്കാരും LDF സർക്കാരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടന്നത്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ ശബരിമല ഇലക്ഷന് ചർച്ചയാവത്തില്ല എന്ന് ഇലക്ഷൻ സമയത്ത് പറഞ്ഞ പോലെ ഉള്ളൂ. ശബരിമല ചർച്ചയാവത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാതെ ശബരിമലയാണ്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആ പാട്ടാണ്. അതുകൊണ്ട് ആ പാട്ട് നിരോധിക്കാൻ വന്നത് ഇപ്പോൾ. അപ്പോൾ അത് നിരോധിക്കുമ്പോൾ ആഫ്റ്റർ എഫക്റ്റ് തിരിച്ചടിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് അതിൽ നിന്ന് പിൻവാങ്ങി ഇല്ലേ. അതിൽ നിന്ന് പിൻവാങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ എന്താ വഴി? ഇനി പുതിയ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടാക്കണം. അതിന് പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. സോണിയാഗാന്ധി അവരെ ഇതിനകത്ത് വലിച്ചഴയ്ക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ശബരിമലയിൽ ആരാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്? കോൺഗ്രസ് പാർട്ടിയാണോ? കോൺഗ്രസിൻ്റെ നേതാവാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? അദ്ദേഹത്തിൻ്റെ സമയത്താണോ നടന്നത്? ഒരു കോടതി പരാമർശമെങ്കിലും കാണിക്കൂ? ഇല്ലല്ലോ. അപ്പം അങ്ങനെ ജാള്യതയിൽ നിൽക്കുന്നൊരു സർക്കാരിനെ ഇനി തള്ളിയിട്ടാൽ മാത്രം മതി, ചെറിയൊരു തള്ളുകൂടെ കൊടുത്താൽ മതി. അപ്പം അതിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവസരം. ജനങ്ങളുടെ പ്രതീക്ഷയൊത്ത് ഉയരുവാൻ UDFന് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിൻ്റെ ഒരു കൂടിയിരുന്ന് ചർച്ച ചെയ്യാനൊരു വേദിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കണക്കാക്കുന്നത്. ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടുതലായി ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ MP മാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതിനകത്തെ പ്രതികരണം അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് പാർട്ടിക്ക് തീരുമാനിക്കാം ആരും മത്സരിക്കണ്ട എന്നുള്ളത്. ഇപ്പം നമ്മളാരും അല്ല അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. ആർക്ക് വേണമെങ്കിലും മത്സരിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടിക്ക് എടുക്കാം. പാർട്ടി തീരുമാനിക്കുന്നതിനോട് എല്ലാം ഞങ്ങൾ പാർട്ടി എടുത്തനുസരിച്ച് നിൽക്കത്തുള്ളൂ. വേറെ ഒരു തീരുമാനമില്ലല്ലോ ഞങ്ങൾക്ക്. ഇത്തവണ ശബരിമല തന്നെയായിരിക്കും കൂടുതൽ ചർച്ചയാകുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 10 വർഷത്തെ കാര്യം ചർച്ചയാണ്, 10 വർഷത്തെ ഭരണം ചർച്ചയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശബരിമലയാണ്. ശബരിമലയിൽ 5 വർഷം ബന്ദ് ചെയ്തേ. ഈ ഗവൺമെൻറ് വന്നപ്പോൾ തൊട്ട് ശബരിമല ടാർഗറ്റ് ചെയ്യുകയാണല്ലോ അല്ലേ. വന്നപ്പോൾ തൊട്ട് ആദ്യം സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചു, അതിനുശേഷം ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അത് ചർച്ചയാവത്തില്ലേ? ഇപ്പം ഞാൻ ഇലക്ഷൻ സമയത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളി, പുതുപ്പള്ളി പള്ളി, അല്ലെങ്കിൽ മണ്ടനാട് ദേവീക്ഷേത്രം, അല്ലെങ്കിൽ വെണ്ണിമല ക്ഷേത്രം, അല്ലെങ്കിൽ മണ്ടനാട് പള്ളി, അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ നാടിനെ പ്രദേശത്തെയും ബാധിക്കുന്നതാണ്. ശബരിമലയിൽ ഒരു പ്രശ്നമുണ്ടായാൽ കേരളത്തെ മൊത്തം ബാധിക്കും. അത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? കേരളം മൊത്തം ചർച്ച ചെയ്യും. എന്തുകൊണ്ട് ചർച്ച ചെയ്യത്തില്ല? അല്ലെങ്കിൽ അതിനെ പരിപാലനമായി സൂക്ഷിക്കണമായിരുന്നു. അതവർക്ക് സാധിച്ചിട്ടില്ല. ഈ പ്രതിഷേധ പരിപാടികളുമായി തന്നെയായിരിക്കും മുന്നോട്ട്. തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഇനിയും കാര്യങ്ങൾ പുറത്ത്. ഇനി SIT എന്താ പറയുക, എഴഞ്ഞു നീങ്ങുവാണല്ലോ. SITക്ക് എന്താ ഒരു മടി, SITക്ക് എന്താ ഒരു വൈക്ലഭ്യം? അത് നമ്മളും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CBI വരണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അതാണ് ശരിയെന്നുള്ളത് കാലം വീണ്ടും തെളിയിക്കുകയാണ്. അതുകൊണ്ടല്ലേ SITയെ വിളിച്ച് ശാസിക്കേണ്ടി വരുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ SIR ഒരു വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നു. SIR ഒരു ഇഷ്യൂ തന്നെയാണ്. ഇല്ലാന്ന് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഈ 22,000-ഓളം വോട്ടുകൾ കണക്ഷൻ കിട്ടാത്തതുണ്ട്. ഫോം കൊടുത്തവർ, ഫോം കൊടുക്കാത്തത് വേറെ ഉണ്ട്. ഫോം കൊടുത്തിട്ട് കണക്ഷൻ കിട്ടാത്ത 22,000 പേരുണ്ട് 2002 അതൊക്കെ ഒരു ഇഷ്യൂ തന്നെയാണ്. അത് അഡ്രസ്സ് ചെയ്ത് തന്നെ പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, എന്തിനാണ് ഈ ധൃതി വെച്ച് ഇപ്പോൾ ഇത് ചെയ്യുന്നത്? അതൊരു ചോദ്യമാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളിത് പ്രോസസ്സിന് സമയം കൊടുത്ത് 5 വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സിന് 3 മാസം കൊണ്ട് അതും ഇലക്ഷനിടെ ചെയ്യാൻ നോക്കിയാൽ പ്രാക്ടിക്കലാവുമോ? അതുകൊണ്ട് ഇപ്പോൾ പഴയ ലിസ്റ്റ് വെച്ച് നടക്കുക, 75 ലിസ്റ്റ് വെച്ച് നടത്തുകയാണ് ഏറ്റവും പ്രായോഗികം. പക്ഷേ അവർ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടുതലായി ഇവിടെ ചർച്ച ചെയ്യാനുള്ള സാധ്യത. അതൊക്കെ പാർട്ടി ഓൾറെഡി അതിൻ്റെ സ്റ്റെപ്പുകളിൽ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ഒരു കൂടുതലായിട്ട് ശുഭമാണെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അന്നിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ അത് കൂടുതലായി വിലയിരുത്തുന്ന അല്ല, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ജനവികാരം എന്താണെന്നുള്ളത്. ജനവികാരം അട്ടിമറിക്കാൻ പലതുമായിട്ട് വരും. അന്ന് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവസാനമായ ഒരു ചോദ്യം കൂടെ, ഇനിയൊരു കേരളത്തിന്റെ മുഖ്യമന്ത്രി UDFന്റെ ഭാഗത്ത് നിന്ന് ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിനോടുള്ള പാർട്ടി തീരുമാനിക്കും. എല്ലാം പാർട്ടിക്കാണ് സമയം. അതല്ല, ഇത്രയും നാളത്തും കോൺഗ്രസ് പാർട്ടിയുടെ നയം അതല്ലേ, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും CM കാൻഡിഡേറ്റ് ഉണ്ടായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കും.
ചാണ്ടിയുമ്മനോടൊപ്പമാണ് നമ്മൾ ചേർന്നത്. വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ എന്താണെങ്കിലും ഈ ഒരു സപ്തയിൽ വെച്ച് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷ ഭാഗത്ത് ഇരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു ഭരണം പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ടിറങ്ങുകയാണ് UDF-ലെ നേതാക്കൾ. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.